ആക്രമണവും പ്രത്യാക്രമണവും കൊണ്ട് പശ്ചിമേഷ്യ കൂടുതൽ കലുഷിതമാകുമ്പോൾ യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ പല വഴികളും തേടുകയാണ് ട്രംപ്. എന്നാൽ ഇറാൻ ആകട്ടെ കടുത്ത നിലപാടുകളാണ് സ്വീകരിക്കുന്നതും. ഇനിയും ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ ഒന്നും നോക്കില്ല, തകർത്ത് തരിപ്പണമാക്കുമെന്ന മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നതാണ് ഏറ്റവും വലിയ പുതിയ റിപ്പോർട്ടായി പുറത്തു വരുന്നത്. അതുമാത്രമല്ല, ഇത്തരത്തിൽ അവയെല്ലാം അവഗണിക്കുകയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയാകട്ടെ ഒരു അന്തിമ യുദ്ധത്തിനായി തയ്യാറെടുക്കുകയാണ്. അന്തിമ യുദ്ധത്തിനായി 4 പ്രധാന മാർഗങ്ങളാണ് ഇപ്പോൾ അമേരിക്ക പരിഗണിക്കുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമതായി പറയപ്പെടുന്നത് ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നതാണ്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായ ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഉപരോധിക്കുകയോ ചെയ്യുക. ഇതുവഴി ഇറാന്റെ സാമ്പത്തിക സ്രോതസ് തടയാനാകും എന്നതാണ് ഇപ്പോൾ US കണക്കുകൂട്ടലായി തന്നെ അവർ സൂചിപ്പിക്കുന്നത്. അതേസമയം രണ്ടാമതായി തന്നെ എടുത്തു സൂചിപ്പിക്കുന്നത് ലാറക് ദ്വീപ്, അത് പിടിച്ചെടുക്കുക. ഹോർമോസ് കടലിടുക്കാണ് ലാറക് ദ്വീപ്. ഇവിടെയാണ് ഇറാന്റെ റഡാറുകളും സൈനിക താവളങ്ങളും സ്ഥിതി ചെയ്യുന്നത്. കടലിടുക്കിലൂടെ തന്നെ പോകുന്ന കപ്പലുകളെ നിരീക്ഷിക്കുവാനും സിവിലിയൻ കപ്പലുകളെ ആക്രമിക്കാൻ ചെറിയ ബോട്ടുകൾ വിന്യസിപ്പിക്കാനും ഈ ദ്വീപാണ് ഇറാൻ കൂടുതലായി തന്നെ ഉപയോഗിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ നിയന്ത്രണത്തിലാക്കാൻ ഈ ആക്രമണം വഴി സാധിക്കുമെന്നതാണ് അമേരിക്ക ഇവിടെ കണക്ക് കൂട്ടുന്നത്. മൂന്നാമതായി തന്നെ മറ്റൊരു ദ്വീപ് അബു മുസ ദ്വീപ് കീഴടക്കുക. ഈ ദ്വീപ് ഉപയോഗിച്ചുകൊണ്ടാണ് പേർഷ്യൻ ഗൾഫിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കപ്പലുകൾ ഇറാൻ നിയന്ത്രിക്കുന്നത്. അബു മുസയും അടുത്തുള്ള ഗ്രേറ്റർ മറ്റ് ദ്വീപുകൾ ഇറാന്റെ കൈവശമാണെങ്കിൽ പോലും UAE ഈ ദ്വീപുകൾക്ക് മേൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. നാലാമതായി തന്നെ ഇവയുടെ എണ്ണക്കപ്പലുകൾ പിടിച്ചെടുക്കുക. യുദ്ധം നടക്കുമ്പോഴും ഇറാൻ കപ്പലുകൾ എണ്ണയുമായി ഹോർമൂസ് കടലിടുക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അവയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ അത്തരമൊരു രീതിയിൽ അത് ചെയ്താൽ ഇറാനെ സാമ്പത്തികമായി തന്നെ വലിയ രീതിയിൽ പൂട്ടാം അല്ലെങ്കിൽ അതിനൊരു പൂട്ടിടാം എന്നതാണ് US കണക്കുകൂട്ടലായി തന്നെ അവർ സൂചിപ്പിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പദ്ധതി കൂടി അമേരിക്കൻ ചർച്ചകളിൽ ഉയരുന്നുണ്ട്. ഇറാന്റെ പക്കലുള്ള 450 കിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കുക. US ഇസ്രായേൽ ആക്രമണങ്ങളിൽ തകർക്കപ്പെട്ട ആണവ നിലയങ്ങൾക്ക് താഴെയാണ് ഈ യുറേനിയം എന്നതാണ് ഇവർ കണക്കാക്കപ്പെടുന്നത്. ഇവിടെ വ്യോമാക്രമണം ശക്തമാക്കുകയും കരസൈന്യത്തെ ഇവിടെ ഇറക്കുക എന്നീ മാർഗങ്ങളാണ് നിലവിൽ പരിഗണിക്കുന്നത് എന്നതാണ് ഇവിടെ ആക്സിയോസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എങ്കിൽ പോലും സാധ്യതകൾ അന്തിമ തീരുമാനം ഇതുവരെയും ആയിട്ടില്ല. ഈ മാർഗങ്ങളിൽ ഏത് തന്നെ എങ്ങനെ വേണമെന്ന അന്തിമ തീരുമാനം പ്രസിഡന്റാണ് എടുക്കേണ്ടത്. ട്രംപ് ഇക്കാര്യത്തിൽ ഇതുവരെയും ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നതാണ് മറ്റൊരു സൂചനയായി തന്നെ പുറത്തു വരുന്നത്. അതേസമയം ഇറാൻ യുദ്ധം എങ്ങും എത്താതെ തന്നെ തുടരുന്നതിനിടെ അമേരിക്ക അന്തിമ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതായിട്ടാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സ്തംഭനം അനിശ്ചിതമായി തന്നെ തുടരുകയും സമാധാന ചർച്ചാ ഫലം കാണാതിരിക്കുകയും ചെയ്താൽ അന്തിമ യുദ്ധമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നതാണ് ഇവിടെ അമേരിക്കയുടെ നിലപാട്. ഇതിനായി തന്നെ ട്രംപ് ഭരണകൂടം 4 സാധ്യതകൾ പരിഗണിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടെ വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതായത് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കരയുദ്ധം, വൻതോതിലുള്ള വ്യോമാക്രമണം എന്നിവയാണ് അമേരിക്ക പരിഗണിക്കുന്നതും. ഇവ ഒന്നിച്ചോ അല്ലെങ്കിൽ വെവ്വേറെയോ നടത്താനാണ് ആലോചന. ഭാവി ചർച്ചകളിൽ ഇറാനുമേൽ സമ്മർദ്ദം കൂട്ടുക, യുദ്ധം ഏകപക്ഷീയമായി തന്നെ അവസാനിപ്പിക്കാൻ ട്രംപിന് അവസരം നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് അമേരിക്ക അന്തിമ യുദ്ധത്തിന് ഒരുങ്ങുന്നതെന്ന റിപ്പോർട്ടാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.